കോഴിക്കോട്ടെ തീപിടുത്തത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വീണ്ടും പോകുന്നത്. അവിടുത്തെ പുതിയ വിവരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. നിരവധി രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ഇടമാണ്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളിൽ ഒന്നാണ്. കോഴിക്കോട് നഗരമധ്യത്തിലുള്ള ആതുരാലയമാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ട്. അത് 9ാം നിലയിലെ AC പ്ലാന്റുള്ള ബ്ലോക്കിലാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയെന്നതാണ് ആശ്വാസകരമായ സാഹചര്യം. ഉണ്ടായ സമയത്തെ ദൃശ്യങ്ങളാണ്. ഞാനുണ്ടായിരുന്നത് ആർക്കും ഒന്നും അപായമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കഴിച്ചിലായിരിക്കണം. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ആ കാര്യത്തിൽ കറക്റ്റ് പക്ക ടൈമിൽ കൂട്ടിരിപ്പുകാരനാണ്. ഞാൻ കൂട്ടിരിപ്പല്ല, ഞാൻ എൻ്റെ പേഷ്യൻറ്റിനായിട്ട് വന്നേന്ന്, ബൈസ്റ്റാൻഡറായിട്ട് വന്നേന്ന്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷയായിട്ട് കത്തിയത്. അങ്ങനെ ആ നേരത്ത് പെട്ടെന്ന് മേലെ കയറിയപ്പോഴത്തേന് അവിടെ കറക്റ്റ് ടൈമിൽ വെള്ളം കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ട് തീ അതിരൂക്ഷമായിട്ട് പടർന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിലായി. ഏതായാലും ആ ടൈം ആകുമ്പോഴത്തേന് ഫയർഫോഴ്സ് എത്തിയോടുകൂടി തീ പൂർണ്ണമായും തീ അടഞ്ഞു. അതുകൊണ്ട് തീ അണയ്ക്കാൻ ഇറങ്ങിയത് ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ ആവശ്യത്തിലേറെ കിട്ടിയത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആളപായം ആർക്കും അപകടകരമായി ഒന്നും പറ്റാത്ത രീതിയിൽ എല്ലാവരും രക്ഷപ്പെട്ടു. അതിഭീതമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന പുതിയ ദൃശ്യങ്ങളാണ്. പുതിയ ദൃശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യം, അതേസമയം ആ തീപിടുത്തം ഉണ്ടായപ്പോൾ ഉള്ള അവിടുത്തെ സാഹചര്യം വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പാനിക് സിറ്റുവേഷൻ എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മുഹമ്മദ് ഷഹീദും രാഹുൽ KVയും വിവരങ്ങളുമായുണ്ട്. ആദ്യം രാഹുലിലേക്ക്. രാഹുൽ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് എത്രത്തോളം ഭീകരമായൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. അപകടകരമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമായതുമാണ്. ഇപ്പോൾ തീ നിയന്ത്രണം വിധേയമായി എന്ന് ആശ്വാസകരമാണ്. എങ്കിലും അവിടെ സംഭവിച്ചതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ്? രതീഷ്, ആശ്വാസകരമായ കാര്യങ്ങൾ ആദ്യം തീ പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷാ യൂണിറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 5 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചിട്ടുള്ളത്. മറ്റു നിലകളിലേക്കോ ബ്ലോക്കുകളിലേക്കോ ഒന്നും തന്നെ തീ പടരാതെ അത് പൂർണ്ണമായും അണയ്ക്കാൻ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. 9ാമത്തെ നിലയിൽ AC പ്ലാന്റിലാണ് ഈ തീപിടുത്തം സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട വെൽഡിംഗ് വർക്കുകൾ നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് തീ പിടിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അത് ആളിപ്പടരുകയും ചെയ്തു. വളരെ പെട്ടെന്ന് രക്ഷാദൗത്യം നടക്കുകയും ചെയ്തു. 8ഉം 7ഉം നിലകളിൽ നിന്ന് രോഗികളെ ഏതായാലും വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ കൂടുതലായും പഴയ ബ്ലോക്കിലുള്ള കാഷ്വാലിറ്റിയിലേക്ക് ഒക്കെ തന്നെയാണ് മാറ്റിയത്. ഒപ്പം ചികിത്സ തേടി എത്തുന്ന ആളുകളെയും ആശുപത്രിയിലുണ്ടായ ഡോക്ടർമാരെയും ജീവനക്കാരെയും എല്ലാവരെയും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ തീ ഇപ്പോൾ ഏതായാലും അണച്ചിട്ടുള്ളത്. ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ ഈ ഒരു സമയം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. സ്ഥലത്തെ പൂർണ്ണമായി തീ അണച്ചതിന് ശേഷം ആളുകളെ തിരികെ പ്രവേശിപ്പിക്കാം, രോഗികളെ 8ാം നിലയിലേക്കും 7ാം നിലയിലേക്കും തിരികെ എത്തിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ഫയർഫോഴ്സ് ആശുപത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. രതീഷ് പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, നല്ല തിരക്കുള്ള ആശുപത്രിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തീപിടുത്തം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നമ്മോട് പറയുന്നതിന് വേണ്ടി ആശുപത്രി PR ജനറൽ മാനേജർ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാം നിയന്ത്രണ വിധേയം, ആശ്വാസമാണ്. ഒന്നുമില്ല. നമ്മൾ ബാക്കി എന്താ ഇപ്പം കോസ് എന്താ സംഭവിച്ചതെന്ന് കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവറിത്തിങ് ഇസ് കൺട്രോൾ. പേഷ്യൻസിനൊക്കെ ഞങ്ങൾ 8th ഫ്ലോറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 8ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. എവറിത്തിങ് വേറെ ഒന്നും ബാധിച്ചില്ല. കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ, മറ്റുള്ള എല്ലാ ഭാഗങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു ആശങ്കയായിരുന്നു നഗരത്തിലൊരു ആശുപത്രി തീപിടുത്തം. ആ തുടങ്ങിയ സമയം മുതൽ പിന്നീട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നൊന്നും
ഉടനെ ഈ ഫയർ ഈ ഒരു സ്പാർക്ക് കണ്ട ഉടനെ ഞങ്ങളുടെ PA സിസ്റ്റത്തിൽ നമ്മളത് കോഡ് അനൗൺസ് ചെയ്യും. നമ്മുടെ ഫയറിൻ്റെ ടീം കംപ്ലീറ്റ് അവിടെ വന്ന് അവർ തന്നെയാണ് കംപ്ലീറ്റ്. പക്ഷേ ഫയർ സർവീസ് ഉടനെ അവരെത്തുകയും അവരുടെ ഭാഗത്ത് എല്ലാവിധ സഹകരണവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ രോഗികളെ ദ്രുതഗതിയിൽ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എത്ര ആളുകളെ മാറ്റേണ്ടി വന്നു? അതെനിക്കൊന്ന് അന്വേഷിക്കേണ്ടി എന്തിനാലും ഒരു 10-28 പേഷ്യൻസ് ഉണ്ടാവും മിനിമം. 9ാം നിലയിൽ AC പ്ലാന്റ് മാത്രമേ ഉള്ളൂ. AC പ്ലാന്റ് മാത്രമേ അവിടെ വെൽഡിംഗ് ജോലികളാണോ? ആയിരിക്കാം, കാരണം ഇൻസ്റ്റലേഷൻ നടക്കില്ലേ പുതിയ ചില്ലർ പ്ലാന്റിൻ്റെ. അതിപ്പോൾ അന്വേഷിക്കാം. പുതിയ പ്ലാന്റാണ്. പുതിയ ചില്ലർ. ഈ പഴയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി അതുപോലെ എവിടേക്കൊക്കെയാണ് ആളുകളെ മാറ്റിയിരുന്നത്? അത് തൊട്ടടുത്ത് ചില റൂംസുകളിലും പിന്നെ ഡേ കെയർ പോലെ സ്ഥലങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു. അതൊന്നും ആ ഭാഗത്ത് എല്ലാം ഒരു വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. അത് നഴ്സസ് അവരേക്ക് 28 പേഷ്യൻസ് 28 പേഷ്യൻസിനെ മാറ്റി. 8ൽ നിന്നാ 8 28 പേഷ്യൻസ് 28 വരെയും തിരിച്ചു കൊണ്ടുവരും. ഇപ്പം പിന്നെ അത് അവരുടെ റൂംസ് തിരിച്ചു കൊണ്ടുവരും. ഈ 8ാം നിലയിൽ എന്തൊക്കെ ഈ വാർഡല്ലേ അവിടെ, അതായത് അഡ്മിറ്റഡ് ആയ രോഗികളാണ്? ഇൻപേഷ്യൻസ് അത് പല ജനറൽ മെഡിസിൻ എല്ലാ പേഷ്യൻസും. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ അതൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. ശരി.